ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് സൺഡേ ആയത് കാരണം ഓഫാണ്, ഡ്യൂട്ടിയൊന്നുമില്ല. നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ എന്തിനാണ് ഈ ഡ്യൂട്ടി ഇല്ലാത്ത സമയത്തും ഓഫീസിലേക്ക് നടയിരിക്കുന്നതായിരിക്കില്ലേ? ഗായ്സ്, എൻ്റെ റൂം ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ, അപ്പുറത്താണ് എൻ്റെ റൂം. അപ്പോൾ അവിടെ ഒരു പ്രൈവസി ഇല്ല എനിക്ക്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഞാൻ ഇവിടെ വന്നിരിക്കും രാവിലെ, അതായത് സിനിമ ഡൗൺലോഡ് ചെയ്യാനും പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യമായിട്ട് ഇങ്ങനെ വന്നിരിക്കും. അപ്പോൾ ഇന്ന് സൺഡേ ആയത് കാരണം യാർഡ് ഭയങ്കര ശാന്തതയാണ്. യാർഡ് മാത്രമല്ല, ചുറ്റും ഭയങ്കര ശാന്തതയാണ്. അപ്പോൾ എനിക്ക് നിങ്ങൾക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല. ബാക്കി ദിവസം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റാത്ത കാരണം വെച്ചാൽ ഭയങ്കര ശബ്ദമായിരിക്കും. ജനറേറ്ററൊക്കെ സൗണ്ട് കഴിഞ്ഞാൽ ഒന്നും കേൾക്കില്ല ഞാൻ പറഞ്ഞത്. ഇൻഫാക്ട് മൈക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങളൊന്നും കേൾക്കില്ല. അപ്പോൾ അത് ഇന്ന് ഭയങ്കര സൈലൻ്റ് ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ജനറേറ്ററിൻ്റെ പല ജനറേറ്റർ അതിൻ്റെ ടൈപ്പ് കാണിച്ചു തരാം, പിന്നെ ഇവിടെയുള്ള ഉപയോഗിക്കുന്ന വണ്ടികൾ, പിന്നെ അങ്ങനെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നേരെ നമുക്ക് യാർഡിലോട്ട് പോവാം. ഗായ്സ്, ഇതാണ് യാർഡ്. നിങ്ങൾ റൺ ത്രൂ കണ്ടു കാണുമല്ലോ, ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഗായ്സ്, ഇതാണ് ജനറേറ്ററിൻ്റെ കനോപ്പി എന്ന് പറയുന്നത്. ഇതൊരു പുതിയ ജനറേറ്റർ നമ്മൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കനോപ്പിയാണ് ഇത്. ഒരു റീവാമ്പ് ചെയ്ത കനോപ്പിയാണ്. ഇതിനെ കുറച്ച് കനോപ്പി കുറച്ച് ലൈക്ക് ഇടിയൊക്കെ ഇടിച്ചിട്ട് കുറച്ച് ചളങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ റെഡിയാക്കി, അതിൻ്റെ കനോപ്പി റെഡിയാക്കിയതാണ്. ഗായ്സ്, ഇതാണ് ഡീസൽ ടാങ്ക്. ഈ ജനറേറ്റേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഡീസൽ ടാങ്ക് ഓൾറെഡി ഉണ്ട്. പക്ഷേ ചില സൈറ്റിൽ, അതായത് ചില കൺസ്ട്രക്ഷൻ സൈറ്റ്സിലൊക്കെ റിമോട്ട് ഏരിയയിലായത് കാരണം അവരുടെ ഈ ഡീസൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി തികയെ വരത്തില്ല. അപ്പോൾ ആ സമയത്താണ് ഈ സംഭവം നമ്മൾ കൊടുക്കുന്നത്. ഇത് ഡീസൽ ടാങ്ക് നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് വർക്ക് ചെയ്യും. നമുക്ക് പല ടൈപ്പ് ജനറേറ്റേഴ്സ് കിട്ടും. കഴിച്ചുന്നുണ്ടോ, ഇതൊരു 15 kV ജനറേറ്ററാണ്. പക്ഷേ ഇതിൻ്റെ വർക്കിങ്ങും അതിൻ്റെ ആ 250 വർക്കിങ്ങും പിന്നെ 100 വർക്കിങ്ങും എല്ലാം സിമിലറിലാണ് വർക്ക് ചെയ്യുന്നത്. ചെറിയ ചെറിയ മോട്ടോഴ്സ് ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു 103 എന്ന് പറയുന്ന നമ്മുടെ ജനറേറ്ററാണ്. പക്ഷേ ഇതൊരു 100 kV ജനറേറ്ററാണ്. നിങ്ങൾ കോലം കാണിച്ചു തരാം. അപ്പോൾ ഇത് സൈറ്റിൽ നിന്നൊന്നാണെങ്കിൽ ഭയങ്കര കോലമായിരിക്കും. ഗൈസ്, ഇതൊരു സൈറ്റിൽ നിന്ന് ജനറേറ്ററാണ് ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കണത്. അപ്പോൾ നിങ്ങൾക്ക് ഞാനൊരു നല്ല ജനറേറ്ററിൻ്റെ റിവ്യൂ കാണിച്ചു തരാം. ഗൈസ്, ഇതൊരു 250 kV ജനറേറ്ററാണ് കേട്ടോ. ഇത് പുതിയ ജനറേറ്ററാണ്. അതായത് ഇവിടെ നമ്മൾ ഉണ്ടാക്കിയത് പിന്നെ ഒരു ജനറേറ്ററാണ്, വൺ ഓഫ് ജനറേറ്റേഴ്സാണ് ഇത്. നമുക്ക് ആ ഏറ്റവും ചെറിയ ജനറേറ്റർ തുടങ്ങാം. ഇതൊരു 20 kV ജനറേറ്ററാണ്. ഇതിൻ്റെ സൈസ് കണ്ടില്ലേ, ആകെ ഇത്രയേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത് 20 kV ആണ്. അപ്പോൾ ഇതിനുള്ളിൽ ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് ഉള്ളിലത്തെ സാധനം. ഇത് നമ്മുടെ ബാറ്ററി, പിന്നെ ഇതാണ് അതിൻ്റെ എൻജിൻ, ആൻഡ് ഇതാണ് അതിൻ്റെ ആൾട്ടർനേറ്റർ. അപ്പോൾ ഗൈസ്, എൻ്റെ പുറകിലൊരു ഓറഞ്ച് കളർ ജനറേറ്റർ കാണാൻ പറ്റുന്നുണ്ടോ? അതായത് ഈ ജനറേറ്റർ. ഈ ജനറേറ്ററിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് സാധനം സെറ്റ് ചെയ്തിരിക്കുന്നത്, പിന്നെ അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. ഈ ജനറേറ്റർ ആക്ച്വലി ഒരു 250 kV ജനറേറ്ററാണ്. അപ്പോൾ ഇതിന് വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഈ ഫസ്റ്റ് ഭാഗമാണ് റേഡിയേറ്റർ. ഈ മുടുക്ക് ഫാനുണ്ട് ഇതിനുള്ളിൽ. ശ്രദ്ധിച്ച് നോക്കാം, കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ബട്ട് ഇനിയാവും ഒരു ഫാൻ പോലെ കാണുന്നുണ്ട്. ഇതാണ് ഫാൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇതാണ് സ്റ്റാർട്ടർ. ഈ സംഭവമാണ് നമ്മളെ ക്രാങ്കിങ് ഒക്കെ സ്റ്റാർട്ടിങ് ഹെൽപ്പ് ചെയ്യണത്. ഇതൊക്കെ ഓരോ പമ്പ്സാണ്, ഓയിൽ പമ്പ്, വാട്ടർ പമ്പ്. ഇത് ഗൈസ് ഡീസൽ പമ്പാണ്. 250 kVക്ക് നമ്മൾ ഉപയോഗിക്കുന്ന ഡീസൽ പമ്പ്. ഇത് ടർബോ ആണ്. ഇത് ആക്ച്വലി നമ്മൾ സ്പെയർ ഉപയോഗിച്ചാണ്. നമ്മൾ ഇതിൻ്റെ ടർബോ അടിച്ച് പോയിട്ട് പിന്നെ ടർബോ നമുക്ക് റീപ്ലേസ് ചെയ്താണ്. പിന്നെ ഇതിന് കുറച്ച് വർക്കുകളുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ എഞ്ചിൻ. ഇതൊരു ട്രക്കിൻ്റെ എഞ്ചിൻ പോലെ തോന്നും ഗൈസ്. വലിയ എഞ്ചിനാണ് കേട്ടോ. ഈ എഞ്ചിൻ കണ്ടോ, വലിയ എഞ്ചിനല്ലേ. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നുണ്ട് ഈ മുതുക്ക് സാധനം ഇവിടെ ഇരിക്കുന്നുണ്ട് എൻ്റെ പുറകിൽ. ഈ സാധനം മുതുക്ക് സാധനം ഇവിടെ നിന്ന് കാണിച്ച കറക്റ്റ് ആൻസർ. നമ്മൾ ഇവിടെ ഉള്ളിൽ നോക്കും. ഈ സാധനം ഗൈസ്, അതാണ് ആൾട്ടർനേറ്റർ. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗൈസ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സാധാരണ വണ്ടിയിൽ തന്നെ നമ്മുടെ എൻജിൻ സ്റ്റാർട്ടർ സംഭവമുണ്ട്. അതാണ് ആ ചെറിയ കോയിൽ പോലെ സാധനം ആദ്യം കണ്ടത്. അത് കഴിഞ്ഞിട്ട് അത് സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് എൻജിൻ റണ്ണിങ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിലൊരു കപ്ലറുണ്ട്. ഞാൻ കപ്ലറിന് കാണിച്ചു തരാം. ഇതാണ് ഈ നടുക്കുള്ള ഭാഗമാണ് ഗൈസ്.
കപ്ലർ കണ്ടോ, ഈ നടുക്കുള്ള ഭാഗം. അപ്പോൾ ഈ ഇഞ്ചിൻ കറങ്ങുന്ന സമയത്ത് അത് റൊട്ടേറ്റ് ചെയ്യും. എന്തിന്? ആൾട്ടർനേറ്റർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് കറണ്ട് ഉൽപ്പാദിക്കും. ഇതിനകത്ത് എക്സാക്ട്ലി ഒരു 250 kV കപ്പാസിറ്റി ഉള്ള ജനറേറ്ററിന് 250 kVയുടെ ഔട്ട്പുട്ട് വരുന്നുണ്ടോ എന്ന് നമ്മളെങ്ങനെ അറിയും? കാരണം കൂടി കുറയിരിക്കാമല്ലോ. അപ്പോൾ അതെങ്ങനെ നമുക്കറിയാം, തിരിച്ചറിയാൻ പറ്റും 50 kV 250 കൂടുതലാണോ? അതിന് വേണ്ടി നമ്മുടെ വണ്ടിയിൽ ഒരു സംഭവമുണ്ട്. അതായത് നമുക്ക് ഇത്രയും ഇഞ്ചക്ടറിൽ ഇത്രയും ഫ്യൂവൽ പോയാൽ മതി, അല്ലെങ്കിൽ സ്പീഡിൽ ഇത്രയും പോയാൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, അതിനെ പറയുന്നത് ECU എന്നാണ്. അതുപോലെ തന്നെ ജനറേറ്ററിലും അതുപോലത്തെ ഒരു ബോർഡുണ്ട്. ആ ബോർഡിൻ്റെ പേരാണ് ഗൈസ് ഡിപ്സി. ഗൈസ് ഇതാണ് ഡിപ്സി മോഡ്യൂൾ. ഡിപ്സി മോഡ്യൂളിൻ്റെ പുറകെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഗൈസ് ഇഷ്ടംപോലെ പോർട്സ് ആണ്. ഈ പോർട്സൊക്കെ പല സെൻസേഴ്സും അതുപോലെ എഞ്ചിൻ്റെ സൈഡിലൊക്കെ പോയിട്ട് കണക്ട് ആവും. പിന്നെ MCBസിനും കണക്ട് ആവും. അപ്പോൾ ഈ ഡിപ്സിക്കകത്ത് നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെക്കും. അത് സോഫ്റ്റ്വെയർ സിസ്റ്റമിലാണ്, സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ആ നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനെ ആക്സസ് ചെയ്തിട്ട് നമുക്ക് ഫോർ എക്സാമ്പിൾ 250 kV ജനറേറ്ററിൻ്റെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 250 kV ജനറേറ്ററിൻ്റെ നമ്മുടെ പ്രോഗ്രാമിംഗ് ഓൾറെഡി ചെയ്ത് വെച്ചുള്ള സോഫ്റ്റ്വെയർ നമുക്ക് ഫയൽസ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം അനുസരിച്ചുള്ള ഒരു പ്രോഗ്രാമിംഗ് നമുക്ക് ചെയ്ത് ഇതിനകത്ത് ഡാറ്റ കയറ്റി അത് നമ്മൾ ജനറേറ്ററിൽ ആക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള ഔട്ട്പുട്ട് ആ ജനറേറ്ററിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കുറച്ച് പുറത്തു പോയിട്ട് പറയാം. അപ്പോൾ ഗൈസ് നമ്മൾ ഡിപ്സി എങ്ങനെ കാണുന്നതും എങ്ങനെ അതിൻ്റെ പ്രോഗ്രാം ചെയ്യുന്നത് കണ്ടു. പക്ഷേ ഇത് റിയൽ ലൈഫിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ് ഇതായിരിക്കുന്നത് ഡിപ്സി. ഓക്കെ, ഇത് ഞാൻ ഓൺ ചെയ്താണ് സ്വിച്ച്. ഇത് ഓൺ ചെയ്ത കാണുന്നുണ്ടോ, സ്റ്റാറ്റസൊക്കെ കാണിച്ചു. ജനറേറ്റർ റെസ്റ്റ്. ഇത് എല്ലാ ലൈനും ന്യൂട്രൽ, പിന്നെ അതിൻ്റെ കപ്പാസിറ്റിയുടെ അനുസരിച്ചാണ് ഇത്ര കിലോ വാട്ട് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നുണ്ട്, വോൾട്ടേജാണ്. ഇത് ഗൈസ് മെനു ആണ്. ഇത് കണ്ടോ, സ്റ്റേറ്റസ് പറയും, പിന്നെ എഞ്ചിൻ്റെ ഡീറ്റെയിൽസ് പറയും, അതായത് എത്ര RPM-ലാണ് എഞ്ചിൻ ഓടുന്നത്. പിന്നെ ഈ ജനറേറ്ററിൻ്റെ സ്റ്റാറ്റസ് പറയും, അതായത് ഒരു ലൈനിൽ എത്രയൊക്കെ വോൾട്ട് പോകുന്നുണ്ട്. പിന്നെ അതുപോലെ ഇത് മെയിൻസിൽ പറയും നമുക്ക് ഇപ്പോൾ എന്താണ് ഇരിക്കുന്നത്, അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഫേസസ്. പിന്നെ ഇത് അലാറംസൊക്കെ ഉണ്ട്. ഗൈസ് അലാറംസ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ജനറേറ്ററിന് 250 കപ്പാസിറ്റിയാണെന്ന് നോക്കാം. പക്ഷേ ഓപ്പോസിറ്റ് ഇത് കണക്ട് ചെയ്തിരിക്കുന്ന ഐറ്റം ഫോർ എക്സാമ്പിൾ ഒരു വാട്ടർ പമ്പോ എന്തെങ്കിലും അതിൻ്റെ കപ്പാസിറ്റി ഇതിൻ്റെ ത്രെഷോൾഡ് വിടുവാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അവിടെ ഒരു അത് 250 അല്ല 260 അത് പോവുകയാണെങ്കിൽ ഇത് ഷട്ട് ഡൗൺ ആവണം. ഇല്ലെങ്കിൽ ഇതിന് എഞ്ചിനും ആൾട്ടർനേറ്ററിനും ബാധിക്കും. അപ്പോൾ അത് പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത്. അപ്പോൾ അത് അനുസരിച്ച് അലാറം അടിച്ചിട്ട് ഷട്ട് ഡൗൺ ചെയ്യും. അതുപോലെ അവിടെ നമ്മൾ ഈ കേബിൾ കൊടുത്ത കേബിളിന് വല്ല ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ലീക്കേജ് വല്ലതും ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യും. അപ്പോൾ അതും ഇത് ഷട്ട് ഡൗൺ ചെയ്യാൻ സഹായിക്കും ഈ സംഭവം. അപ്പോൾ ഇതാണ് ഗൈസ് ഡിപ്സി കൺട്രോളർ. ഇനി നിങ്ങൾക്ക് ഞാനിത് ഈ എഞ്ചിനും ആൾട്ടർനേറ്ററും വേറെ ആയിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് സംഭവം, കണ്ടില്ലേ? ഇതൊരു എഞ്ചിൻ്റെ പോർഷനാണ്. ഇതിപ്പോൾ കപ്പിൾ ചെയ്ത ആൾട്ടർനേറ്ററാണ്. ഇതിരിക്കുന്ന സ്ഥലം കണ്ടോ ഗൈസ്, ഇതാണ് മൗണ്ടിങ് എന്ന് പറയുന്നത്. ഈ മൗണ്ട് ആക്ച്വലി ഈ കനോപ്പീസ് ഈ 250 kVയുടെ ആണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു കനോപ്പിൻ്റെ ഉള്ളിൽ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ വേണ്ടിയൊരു ബേസ് ബോർഡാണ് ഈ കാണുന്നത്. ഒരു ഫാൻ തിരിക്കുന്നത് കണ്ടില്ലേ, ഒരു റേഡിയേറ്ററിനെ പിടിപ്പിക്കാൻ, അതായത് ഗൈസ് ഇതാണ് ആ റേഡിയേറ്റർ. ഇതൊരു ആക്ച്വൽ റിപ്പയറിങ് കൊണ്ടുവന്നതാണ്. കാരണം കണ്ടത് ഇത് ഫുൾ ബ്ലോക്കാണ്. ഇങ്ങനത്തെ റേഡിയേറ്റർ നമുക്ക് എന്തായാലും അകത്ത് വെക്കാൻ പറ്റില്ല. അപ്പോൾ ഫുൾ ക്ലീൻ ചെയ്തിട്ടേ നമുക്ക് അകത്ത് കയറ്റാൻ പറ്റില്ലെങ്കിൽ കാറ്റ് പോകാതെ എഞ്ചിൻ ചൂടായിട്ട് ഓഫ് ആവാൻ ഭയങ്കര ചാൻസ് ഉണ്ട്. ഗൈസ് നമ്മൾ ജനറേറ്റർ കണ്ടു, അതിൻ്റെ കൺട്രോളിങ് യൂണിറ്റും കണ്ടു. പക്ഷേ നമ്മൾ ഒരു കാര്യം ചെയ്യാം സാർ ഗൈസ്, ഇത് കൺട്രോളിങ് യൂണിറ്റ് അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം മാത്രമേ ഉള്ളൂ. ഇത് റിയൽ ലൈഫിൽ ഇത് ഈ കൺട്രോളിങ് യൂണിറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ എങ്ങനെ നമ്മൾ അറിയും? അതിനാണ് ഗൈസ് ഈ സാധനം ഇരിക്കുന്നത്. ഗൈസ് ഇതാണ് ലോഡ് ബാങ്ക്. ഗൈസ് ഇതിൽ നിങ്ങൾക്ക് മുകളിൽ നോബ്സ് കാണാൻ പറ്റും, കണ്ടില്ലേ? ഇത് ഇതിനെ തണുപ്പിക്കാനുള്ള ഫാനാണ്. ഇത് കേബിൾസ് പോകുന്നത്. അപ്പോൾ നമുക്ക് എത്ര കപ്പാസിറ്റി, ഇപ്പോൾ 250 kV ജനറേറ്റർ കാണിച്ചപ്പോൾ ഇതിനകത്ത് 250 kVയുടെ നമ്മൾ 80% ലോഡേ ഇടത്തുള്ളൂ. അപ്പോൾ അത്രയും ലോഡ് ഇതിനകത്ത് നമ്മൾ ഇട്ടിട്ട് ഈ കേബിൾസ് ഉണ്ടല്ലോ ഗൈസ്, ഈ കേബിൾ നമ്മൾ ജനറേറ്ററിൽ കണക്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ഗൈസ് നമ്മൾ ഇതിൻ്റെ ബ്രേക്കേഴ്സ് ഓൺ ചെയ്യും. ഇതിൻ്റെയും പിന്നെ നമ്മൾ 250 kV ജനറേറ്റേഴ്സിൻ്റെ ബ്രേക്കർ ഓൺ ചെയ്യും. അപ്പോൾ ഗൈസ് അത് ഓൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ എക്സാക്റ്റ് പവർ ഇത് അങ്ങോട്ട് കൊടുക്കും. അതായത് ഈ ലോഡ് ബാങ്ക് 250 kV ആയിട്ട് ഔട്ട്പുട്ട് എടുപ്പിക്കും നമ്മളെ ജനറേറ്റർ ഒപ്പിച്ച്. അപ്പോൾ ആ സമയത്ത് കറക്റ്റ് മനസ്സിലാവും ഇത് 250 kVൻ്റെ ലോഡ് എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. 250 kV ലോഡ് എടുക്കുന്നത് ഷട്ട് ഡൗൺ ആവും ജനറേറ്റർ. അല്ലെങ്കിൽ പല ഫോൾട്ടുകൾ വരുമ്പോൾ അത് ഷട്ട് ഡൗൺ ആവും. അതായത് ഫോർ എക്സാമ്പിൾ ഗൈസ് നമ്മളിവിടെ മനഃപൂർവ്വം ഈ
ഇതിനകത്ത് നമുക്കൊരു 280 kV യൂണിറ്റ് നമ്മൾ ജനറേറ്ററിൽ കൊടുക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ആ ജനറേറ്ററിന് സെൻസ് ചെയ്യാൻ പറ്റണം, ആ സോഫ്റ്റ്വെയറിന് സെൻസ് ചെയ്യാൻ പറ്റണം 280 kV ഔട്ട്പുട്ടാണ് വലിക്കാൻ നോക്കുന്നത്. അപ്പോൾ ഇതിന് കപ്പാസിറ്റി ഇല്ല. അപ്പോൾ അതുകൊണ്ട് ആ സോഫ്റ്റ്വെയർ ജനറേറ്ററിനെ ഷട്ട് ഡൗൺ ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ ആൾട്ടർനേറ്റർ അതുപോലെ എഞ്ചിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. അപ്പോൾ അതിനൊക്കെ വർക്ക് ചെയ്യാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോഡ് ബാങ്ക് നോക്കുന്നത് കേട്ടോ. ഇനി ഞാൻ അടുത്ത് കാണിക്കാൻ പോകുന്നതാണ് സാർ ആണ് 3 ton ക്യാൻറ്റർ. ഈ പുള്ളിയാണ് നമ്മൾ ഇവിടുന്ന് ജനറേറ്ററൊക്കെ സാധനം കൊണ്ടുപോകുന്നത് നമ്മുടെ സൈറ്റിലും അല്ലെങ്കിൽ എവിടെ ഡെലിവറി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോകുന്ന ഐറ്റത്തിന് ഇതാണ് ഇതൊരു 3 ton വെഹിക്കിളാണ്. നമ്മളെ നാട്ടിൽ കാണാത്ത ഒരു സംഭവമാണ് ഗൈസ്. ഇത് നോർമലൈസ് കാണാത്തതാണ്. ഒരു ക്രെയിനാണ് ഗൈസ് ഇതിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 3 ton ആണ്. അതിനാണ് 3 ton ക്രെയിൻ എന്ന് ഇതിനെ പറയണത്. ഇത് ബേസിക്കലി ഈ ക്രെയിൻ വെച്ചിട്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ജനറേറ്ററൊക്കെ സുഖമായിട്ട് നമുക്ക് എടുത്തിട്ട് സൈറ്റിൽ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞ പോലെ 3 ton വെഹിക്കിളാണ്. പക്ഷേ ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഇങ്ങനത്തെ ഇരിക്കുന്ന ആശാന്മാരുണ്ടല്ലോ, ഇതൊക്കെ ഓൾമോസ്റ്റ് 4 ton അടുത്ത് വരും. അപ്പോൾ ഈ ക്രെയിൻ വെച്ചിട്ട് ഇതൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിനെടുക്കാൻ പറ്റുന്ന ഒരാളുണ്ട്. ആളെടുത്ത് നിങ്ങൾക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുപോകാം. അത് ബേസിക്കലി വേറെ ആരുമില്ല ഗൈസ്, ഇതാണ്. ഇതൊരു 5 ton ഓൾമോസ്റ്റ് വരുന്ന ഫോർക്ക് ലിഫ്റ്റാണ്. ഇത് നമ്മളിവിടെ സ്ക്രാപ്പിനെടുത്തിട്ട് ഇവിടെ നിന്ന് പണിഞ്ഞതാണ്. കൊമാത്സുവിൻ്റെ ഫോർക്ക് ലിഫ്റ്റാണ് ഗൈസ്. ഇതാണ് ഗൈസ് ഇതിനെ പൊക്കാൻ പറ്റുന്ന ശേഷിയുള്ള ഒരു ഫോർക്ക് ലിഫ്റ്റ്. ഇങ്ങനത്തെ ജനറേറ്ററിന് നല്ല വെയിറ്റ് ഉണ്ട്, 4 ton ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ക്രെയിനിൽ എടുത്തു കഴിഞ്ഞാൽ അത് ഓൾമോസ്റ്റ് ആ ക്രെയിൻ ട്രെമ്പിൾ ആവുന്നുണ്ട്. പിന്നെ അത് താഴെ മൊത്തം വീഴാൻ ചാൻസ് കൂടുതലുമാണ്. ബിക്കോസ് അതിൻ്റെ കനോപ്പിയുടെ വെയിറ്റ് തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. അത് നമ്മുടെ എഞ്ചിനും സൈസ് വലുതായത് കാരണം ഇതുകൊണ്ട് താങ്ങില്ല. അപ്പോൾ അത് കാരണം നമുക്ക് ഫോർക്ക് ലിഫ്റ്റ് തന്നെ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ഏരിയയാണ് ഗൈസ് സർവീസ് ഏരിയ. ഗൈസ് നമ്മുടെ ഈ ജനറേറ്ററൊക്കെ സൈറ്റിൽ പോയിട്ട് ഒത്തിരി മാസങ്ങളും മിനിമം ഇയേഴ്സ് വരെ ഓടാറുണ്ട്. അപ്പോൾ അതിനൊരു മെയിൻ്റനൻസ് ചെയ്യണം. അപ്പോൾ അതിന് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻലി സാധനങ്ങൾ മാറ്റുന്ന ഓയിൽ ഫിൽറ്റർ, ഡീസൽ ഫിൽറ്റർ, പിന്നെ എയർ ഫിൽറ്റർ, അങ്ങനത്തെ പല ഫിൽറ്റേഴ്സാണ് ഈ കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ പല ജനറേറ്റേഴ്സിന് പല ഫിൽറ്റേഴ്സാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ ഇതൊക്കെ ടൂൾസാണ്. ആൻഡ് അതൊക്കെ പ്രത്യേക സ്പാനേഴ്സ് ഉണ്ട് ഗൈസ്. ഇതിനുള്ളിൽ ബാറ്ററീസ് നമ്മൾ ഇവിടെയാണ് വെക്കുന്നത്. അത് വെച്ചിട്ടാണ് നമ്മൾ ബാറ്ററീസൊക്കെ ചാർജ് ചെയ്യുന്നത്. അതാണ് ബാറ്ററി ചാർജറാണ് ആയിരിക്കുന്നത്. പിന്നെ ഗൈസ് ഇത് കണ്ടോ, ഇത് നമ്മുടെ ഒരു 500 kV ജനറേറ്ററാണ്. ആക്ച്വലി ഇത് ഡിസസംബിൾ ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ എഞ്ചിനൊക്കെ പോയിൻ്റെ ലൈഫ് കഴിഞ്ഞിട്ട് അതിൻ്റെ കനോപ്പിയെ നമ്മൾ ഒരു സ്പെയർ പാർട്സ് സ്റ്റോറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് പുറകിൽ കാണുന്നതാണ് പഴയ സ്പെയർ പാർട്സ് സ്റ്റോർ ചെയ്യുന്ന ക്യാബിൻ. ഈ ഇരിക്കുന്ന ഡ്രംസ് കണ്ടോ, നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ പെട്രോളാണോ ഡീസലാണോ എന്ന് ഡെറ്റ്നോ, ഇതൊക്കെ ഇഞ്ചിൻ ഓയിലാണ് ഗൈസ്. ഇതിനൊക്കെ ഇഞ്ചിൻ ഓയിൽ മാറ്റണം എല്ലാം സർവീസ് കൂടുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇഞ്ചിൻ ഓയിലാണ്. പക്ഷേ ഗൈസ് ഈ ജനറേറ്ററൊക്കെ സൈറ്റിലും കൺസ്ട്രക്ഷൻ ഫീൽഡിലൊക്കെ പോകും. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഇതെങ്ങനെ സർവീസ് ചെയ്യും? യാർഡ് എന്തായാലും ജനറേറ്റർ എടുത്ത് പോകില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ വെഹിക്കിൾസൊക്കെ അവൈലബിൾ ആണ്. അത് 4x4 ആണ്. ഇത് 4x2 വെഹിക്കിൾസാണ് ഈ കിടക്കുന്ന 2 അപ്പോൾ ഗൈസ് ഈ വെഹിക്കിളാണ് നമ്മൾ സർവീസിന് വേണ്ടി ഉപയോഗിക്കാറ്. അപ്പോൾ ഇതിനകത്ത് സ്പെഷ്യലി പോകുന്നത് ഒരു വാട്ടർ ടാങ്ക് പോകും, കാരണം ഇതിൻ്റെ റേഡിയേറ്റർ ക്ലീൻ ചെയ്യണം. പിന്നെ ഇതിൻ്റെ കൂടെ സാധാരണ ഒരു വെള്ളത്തിൻ്റെ ഒരു മോട്ടർ സെറ്റും, പിന്നെ ഇതിനകത്ത് ഗൈസ് ടൂൾസും അത് കിറ്റ്സാണ്. പിന്നെ ഈ വണ്ടിയുടെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ക്ലോത്ത് ഉണ്ടാവും. പിന്നെ പല ഫിൽറ്റേഴ്സൊക്കെ നമുക്ക് ഇതിനകത്ത് തന്നെ അവൈലബിൾ ആവും. നോട്ട് ദ ലീസ്റ്റ് ഇതിനെ പറയുന്നതാണ് ഡ്രിപ്പ് ട്രേ. ഇവിടുത്തെ ലോക്കൽ റെഗുലേഷൻസ് പ്രകാരം ഈ ജെൻസെറ്റ്സൊക്കെ താഴെ ഡയറക്റ്റ് ഫ്ലോറിൽ വെക്കാൻ പാടില്ല. ഇതിപ്പോൾ സ്റ്റാൻഡിലാണെങ്കിൽ, പക്ഷേ റണ്ണിങ്ങിൽ ഇതിൻ്റെ മേളിൽ തന്നെ വെക്കണം. കാരണം വെച്ചാൽ ഇൻ കേസസ് എമർജൻസീസിലോ അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ സമയത്ത് ഇതിൻ്റെ ഓയിലോ ഡീസലോ ഒക്കെ ലീക്ക് ആവും. അപ്പോൾ അതൊക്കെ താഴെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഫൈനാണ്. ഇവിടെ എൻവയൺമെൻറ്റൽ സേഫ്റ്റീസും നോക്കണം. അപ്പോൾ അത് കാരണം നമ്മളിത് താഴെ വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ മേളിൽ വെക്കുന്നത്. സോ ഗൈസ് ദാറ്റ്സ് ഇറ്റ്. ഇതാണ് എൻ്റെ യാർഡ്. അപ്പോൾ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. സോ ഡു ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കുക. ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും. അപ്പോഴത്തേക്കും ബൈ.